നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ 7 സീറ്റുകളിൽ വിജയിക്കുമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. ശക്തമായ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതായി ജില്ലാ നേതൃയോഗത്തിൽ വിലയിരുത്തൽ. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്നും ചേരുന്നത്. ലെവിൻ, വലിയ പ്രതീക്ഷ തന്നെയാണല്ലോ കോൺഗ്രസിന് തൃശൂരിൽ ഉള്ളത്. വിശദാംശങ്ങൾ. കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണ് ജില്ലയിലുള്ളത്. അല്പസമയങ്ങൾക്ക് മുൻപാണ് ജില്ലാ നേതൃയോഗം ഉന്നതതല യോഗം പൂർത്തീകരിച്ചത്. ജില്ലയുടെ ചുമതലയുള്ള ബെന്നി ബെഹനാൻ MP ആണ് യോഗത്തിന് നേതൃത്വം നൽകിയത്. വിശദമായ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിൽ നടന്നത്. ജില്ലയിലെ ബൂത്ത് തലം മുതലുള്ള കണക്കുകൾ പരിശോധിച്ചുകൊണ്ടാണ് 7 സീറ്റുകളിൽ വിജയിക്കാമെന്നുള്ള വലിയ പ്രതീക്ഷയിലേക്ക് ജില്ലാ കോൺഗ്രസ് നേതൃയോഗം എത്തിയിരിക്കുന്നത്. നേരത്തെ ചാലക്കുടി മാത്രമായിരുന്നു ജില്ലയിൽ കോൺഗ്രസിനൊരു ആശ്വാസകരമായ ഒരു മണ്ഡലത്തിൽ ജയിച്ച് കയറാൻ കഴിഞ്ഞതെങ്കിൽ ഇത്തവണ മറ്റ് 6 മണ്ഡലങ്ങളിൽ കൂടി ജയിക്കാനാകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ജില്ലാ കോൺഗ്രസ് യോഗത്തിന്റെ വിലയിരുത്തൽ. ചാലക്കുടി, മണലൂർ, തൃശൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി, ഗുരുവായൂർ സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം നേടിക്കൊണ്ട് വിജയിക്കാനാകുമെന്നാണ് പറഞ്ഞത്. നിലവിലെ സിറ്റിംഗ് സീറ്റ് ചാലക്കുടി മാത്രമാണ്. മണലൂരിൽ TN പ്രതാപൻ മത്സരിക്കുന്നു. വലിയ മത്സരം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിൽ ത്രികോണ മത്സരം നടന്ന തൃശ്ശൂരിൽ രാജൻ ജെ പല്ലൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിജയിക്കും. നിലവിലെ മന്ത്രിയും CPM-ന്റെ സിറ്റിംഗ് സീറ്റുമായ ഇരിങ്ങാലക്കുടയിൽ R ബിന്ദുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് നേതാവ് തോമസ് ഉണ്ണിയാടൻ വിജയിക്കുമെന്നുള്ളതാണ് യോഗത്തിൽ വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ CPI നേതാവായിട്ടുള്ള VR സുനിൽകുമാറിനെ പരാജയപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ വലിയ വിജയം നേടും. OJ ജനീഷ് അവിടെ വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് യോഗത്തിൽ വിലയിരുത്തലായി ഉണ്ടായിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിനൊപ്പം തന്നെ CPM-ന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള തൃശൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സേവ്യർ ചിറ്റിലപ്പള്ളി മത്സരിച്ച വടക്കാഞ്ചേരി സീറ്റിൽ പിടിച്ചടക്കാനാകുമെന്നുള്ള വിലയിരുത്തലും കോൺഗ്രസിന്റെ നേതൃയോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ CPM-നുള്ളിൽ നിൽക്കുന്ന സംഘടനാ പ്രശ്നങ്ങൾ സേവ്യർ ചിറ്റിലപ്പള്ളിക്ക് തിരിച്ചടിയാകും. അത് PN വൈശാഖിനെ വിജയിപ്പിക്കാൻ കാരണമാകുമെന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും അവസാനം 7ാമത്തെ സീറ്റായി അവർ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ലീഗ് മത്സരിക്കുന്ന ഗുരുവായൂർ സീറ്റിലാണ്. V ഗോപാലകൃഷ്ണൻ BJP സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടിയുണ്ടായ വർഗീയ പ്രചാരണങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും ഒരു തരത്തിൽ UDF-ന് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് നേതൃയോഗത്തിന്റേതായിട്ടുള്ള വിലയിരുത്തൽ. ശരി ലെവിൻ, വലിയ പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിൽ തൃശൂരിലുള്ളത്. ആ വിവരങ്ങളാണ് ലെവിൻ നൽകിയത്.